ഇറാൻ തിരിച്ചടിക്കുമോ എന്നുള്ള ചോദ്യം ലോകത്താകെ പരക്കുമ്പോൾ ഈ ഒരു കാര്യത്തിൽ ഹമാസിന് ഇപ്പോൾ സംശയമുള്ളതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കാരണം വ്യാഴാഴ്ച ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഈ ഹമാസും ഇസ്രായേലും ഉൾപ്പെടുന്ന ഒരു ചർച്ച. അതിന് മുൻകൈ എടുത്തിരിക്കുന്ന അമേരിക്കയും ഈജിപ്തും ഖത്തറുമാണ്. അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. വ്യാഴാഴ്ചയാണ് ചർച്ച. ഈ ചർച്ചയിലെ പ്രധാന അജണ്ടകളിലൊന്ന് ഈ ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷേ ഈ ചർച്ചയുമായി മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ, അതായത് ഈ മൂന്ന് രാജ്യങ്ങളും ഇസ്രായേൽ പ്രതികരിക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഹമാസിനാണ് ഇപ്പോൾ സംശയം തുടങ്ങിയിരിക്കുന്നത്. ഹമാസ് കരുതുന്നത് ഇറാൻ്റെ ഒരു പ്രത്യാക്രമണം ഇല്ലെങ്കിൽ ഇറാൻ്റെ ഒരു ആക്രമണം ഇല്ലാതാക്കുവാനോ ഇല്ലെങ്കിൽ അതിനെ സ്ലോ ഡൗൺ ചെയ്യിക്കുവാനോ വേണ്ടിയിട്ട് ഇസ്രായേലും അമേരിക്കയും നടത്തുന്ന ഒരു നാടകമായിട്ടാണ് ഹമാസ് ഇതിനെ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഹമാസ് പറയുന്നത് തങ്ങൾ ഈ ചർച്ചയുമായി ഒരുപക്ഷെ സഹകരിക്കാൻ തയ്യാറല്ല. കാരണം നേരത്തെ തന്നെ ഇസ്രായേലും അമേരിക്കയും ഒക്കെ എല്ലായിടത്തും സൈന്യവിന്യാസം നടത്തുകയും എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുകയും ചെയ്തതിന് ശേഷം ഒരു ചർച്ച ഏതായാലും മുൻപ് നടന്ന ചർച്ചകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിലൊന്നും പറയുന്നുമില്ല. ഏതായാലും ഈ ചർച്ചയ്ക്ക് മറ്റൊരു പ്രത്യേകത ഈജിപ്തും ഖത്തറും കൂടി ഇതിൻ്റെ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിൽ ഹമാസ് കരുതുന്നത് ഇറാൻ ഒരുപക്ഷെ ഈ ഒരു തിരിച്ചടിയിൽ നിന്ന് പിന്നാക്കം പോവുകയോ ഇല്ലെങ്കിൽ അവരുടെ തിരിച്ചടി അല്പം വൈകിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം വരും. ആ സാഹചര്യം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ അമേരിക്കയുടെ നേതൃത്വത്തിൽ പുതിയ നീക്കമെന്നാണ് ഹമാസ് സംശയിക്കുന്നത്. ഏതായാലും ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ ഈ വെട്ടിൽ വീഴില്ല എന്നാണ് ഇപ്പോൾ ഹമാസിൻ്റെ ചില വക്താക്കൾ നൽകുന്ന വിശദീകരണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.